Today we'll start about the uh, factors of development. So, what is the meaning of development? ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ വികസനമാണ്, സാമൂഹ്യ തലത്തിലുള്ള വികസനം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ടുഡേ വിൽ ജസ്റ്റ് സീ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് helping the development of the society. So in this unit, we'll just see what are the various factors related to the process of development and also the various instruments related to the process of development. So one of the main or important factor is economic factors. സോ സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെ ഒരു ബേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ കാൾ മാർക്സ് ഒക്കെ എക്കണോമിക് ഫാക്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തത്, അല്ലേ? സാമ്പത്തികമില്ലാണ്ട് നമുക്കൊരു വികസനവും സാധ്യമല്ല. സോ സ്പെങ്ക്ലർ ഈ categorize economic factors related to development into three main categories. The first group, സ്പെങ്ക്ലർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the main physical agents involved in the production process. The സൊസൈറ്റിയിൽ നമുക്ക് പൈസ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ശക്തിയാണ് ലേബർ ഫോഴ്സ്. വി നോ ദാറ്റ്. സോ വെൽത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇറ്റ് ക്യാൻ ബി റിപ്രൊഡ്യൂസ്. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് സൊസൈറ്റിയിൽ. ലാൻഡ്, നാച്ചുറൽ റിസോഴ്സസ്, ഇതെല്ലാം ഒരു തരത്തിലുള്ള വെൽത്താണെന്ന് പറയുന്നത്. ആൻഡ് വി ആർ അപ്ലൈയിങ് ടെക്നോളജി ഫോർ ഇംപ്രൂവിങ് ഓർ ഇൻക്രീസിങ് ദ വെൽത്ത്. നമ്മളിന്ന് ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കുന്ന എന്തിനാണ്? ഇൻകം കൂട്ടാൻ വേണ്ടി, അല്ലേ? വരുമാനം കൂട്ടാൻ വേണ്ടി. അത് പേഴ്സണലായാലും രാജ്യത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും വരുമാനം വേണം, അല്ലെങ്കിൽ പൈസ വേണം. സോ ഇക്കണോമിക് ഫാക്ടർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എനി സൊസൈറ്റി. സോ ഇൻ ദ സെക്കൻഡ് ഗ്രൂപ്പ് സ്പെങ്ക്ലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ utilization of a particular kind of mechanism and the circumstances lead to the quantum of production. The use of different agencies, അങ്ങനെയാണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടുന്നത്. ആൻഡ് സർവീസസ് ആർ കാറ്റഗറൈസ്ഡ്. സോ ദിസ് കാറ്റഗറി എംഫസൈസ് ഓൺ ദ ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, എന്നാലും അതാണല്ലോ കാൾ മാർക്സ് പറഞ്ഞു വെച്ചത്. പണ്ട് കാലം തുടങ്ങിയ മുതലാളിയും തൊഴിലാളിയും, ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ്സ് ആൻഡ് ദ ഹാവ് നോട്ട്സ്. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ഇന്നും ഇല്ലാണ്ടൊന്നും ആയിട്ടില്ല. സോ ദ പ്രൈസ് സിസ്റ്റം, എക്സ്റ്റെൻഡ് ഓഫ് മാർക്കറ്റ്, ഇന്റർസെക്ടർ ബാലൻസ് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, എക്സെട്ര. ആൻഡ് ദ തേർഡ് കാറ്റഗറി conceptualized by Spengler includes the major economic decision makers and the environment of economic decision makers. അവര് is very important in a society. And also the per capita income, ഒരു ആളോഹരി വരുമാനം എന്ന് നമ്മൾ പറയും. ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം, അല്ലേ? അതനുസരിച്ചാണല്ലോ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. So per capita income of a person in a society is very important. So അങ്ങനെ, and the opportunities to increase it of the underdeveloped, developing and developed countries. ഇപ്പോൾ ഈ എക്കണോമിക് ഫാക്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ വികസനത്തിനെ ബേസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ തന്നെ നമുക്ക് മൂന്നായിട്ട് കാണാൻ സാധിക്കും. അതാണ് സോഷ്യോളജിസ്റ്റുമാർ പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസ്, വികസിത രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് കൺട്രീസ്, ദാറ്റ് ഈസ് വികസന രാജ്യങ്ങൾ, പിന്നെ അവികസിത, സോ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള രാജ്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ ഈ ലോകരാഷ്ട്രങ്ങൾ എടുത്താൽ കാണാൻ സാധിക്കും. വൺ മോർ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇസ് ദ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഓൾസോ സംടൈംസ് ഹെൽപ്പ് ഓർ സംടൈംസ് വിൽ നോട്ട് ഹെൽപ്പ് ഫോർ ദ ഡെവലപ്മെൻറ്റ്, അല്ലേ? വെതർ കണ്ടീഷൻസ് അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് വികസനത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ്. സോ ദീസ് കണ്ടീഷൻസ് ഓൾസോ പ്ലേ വൈറ്റൽ റോൾ ഇൻ ദ വർക്കിംഗ് കപ്പാസിറ്റി, ക്രോപ്പ്, കാറ്റിൽ പ്രൊഡക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് കോൺസിക്വൻ്റ്ലി ഓൺ. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമ്മളിപ്പോൾ കേരളത്തിൽ അധികമൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, അല്ലെ? ഇപ്പോൾ കൃഷിയുടെ കാര്യം എടുത്താൽ തന്നെ നമുക്കെല്ലാം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരണം.
So sometimes the weather conditions may influence. ഇപ്പോൾ കൃഷി, ഇപ്പോൾ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം വന്നാൽ നമുക്ക് ഇവിടെ പച്ചക്കറികൾ അധികം കിട്ടൂല, ബിക്കോസ് വി ഡിപ്പെൻഡ് ഓൺ തമിഴ്നാട് ഫോർ ഗെറ്റിംഗ് വെജിറ്റബിൾസ് അല്ലേ. അപ്പോൾ അതാ പറയുന്നത്, എൻവയൺമെൻറ്റ് കണ്ടീഷൻസ് ഓൾസോ അഫക്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസിങ് ദ പ്രൊഡക്ഷൻ. The same way, Kuznets argues that per capita product is primarily depend on the improvement of quality of inputs. So, അപ്പോൾ എക്കണോമിക് ഫാക്ടർ കൂടാണ്ട് അടുത്തത് പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടർ. ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം. സോ സാൻഡിസ്, അക്കോർഡിംഗ് ടു ഹിം, the major political factors which influence the development process include the duration of independence. നമുക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമൂഹം സ്വതന്ത്രമാണോ, പിന്നെ വെസ്റ്റേണൈസേഷൻ, as I have explained, വെസ്റ്റേണൈസേഷനും പൊളിറ്റിക്കൽ മോഡേണൈസേഷനും എല്ലാം ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ ദ പർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റെബിലിറ്റി, ഒരു സുസ്ഥിരമായ ഒരു ഗവൺമെൻറ് വേണം, എന്നാലേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു വർഷം ഒരു ഗവൺമെൻറ് ഇരുന്നിട്ട് അടുത്ത വർഷം വേറൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ സുസ്ഥിരമായൊരു വികസന പ്രക്രിയ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതാണ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം, സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. സ്ഥിരമായിട്ടുള്ള ഒരു കെട്ടുറപ്പുള്ള മെജോറിറ്റിയുള്ള വോട്ട് നേടിയ ഒരു ഗവൺമെൻറ് ഏതൊരു സമൂഹത്തിനും ഏതൊരു രാജ്യത്തിനും അതിൻ്റെ വികസന പ്രക്രിയ സുഗമമായി നടത്താൻ സഹായിക്കുന്ന വലിയൊരു ഫാക്ടറാണ്, വലിയൊരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഫാക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നയങ്ങളും നിയമനിർമ്മാണങ്ങളും കൊണ്ടുവരുന്ന ഗവൺമെൻറ് അടുത്ത വർഷം വേറെ ഗവൺമെൻറ് വന്നാൽ ഒന്നും ശരിയാവില്ല. സോ ഒരു കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ 5 years ആണ് അവരുടെ ടേമെങ്കിൽ, ആ 5 years ഭരിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അത്യാവശ്യ ഫാക്ടറാണ് എന്നാണ് പറയുന്നത്. സോ the political factors also consist of character, bureaucracy, participation of level of military. അവിടുത്തെ മിലിറ്ററി എങ്ങനെയാണ്, ബിക്കോസ് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ നമുക്ക് മിലിറ്ററി ഫോഴ്സ് വേണം അല്ലേ. അപ്പോൾ ആ മിലിറ്ററി ഫോഴ്സ് ആവശ്യത്തിനുണ്ടോ, അതിന് കെട്ടുറപ്പുള്ളതാണോ. ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, ദ ബാലൻസ് ആൻഡ് ഫ്രീഡം ഓഫ് ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ്, ഫ്രീഡം ഓഫ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ് കോൺട്രിബ്യൂട്ട്. ഇതെല്ലാം ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്, സ്റ്റെബിലിറ്റി ഉള്ള ഒരു പാർട്ടിയാണെങ്കിൽ മാത്രമേ ആ വികസനം സുസ്ഥിരമായി നടക്കുകയുള്ളൂ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പോളിറ്റിക്സ്, രാഷ്ട്രീയം, അപ്പോൾ നമുക്ക് കാണാം അല്ലേ, ഇപ്പോൾ ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ പല രാജ്യങ്ങളിലും സ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇല്ലെങ്കിൽ അവിടെ പിന്നെ വികസനം എളുപ്പത്തിൽ നടക്കില്ല. So that's very important. So it is a major factor. Politics is a major factor at each point of the development process, from influencing system of exclusion and discrimination to increasing consciousness and appreciation of the concerns of whether it's a just society or whether there is injustice. നീതിപൂർവം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ, സുസ്ഥിരമായ ഒരു ഗവൺമെൻറ്റിന് മാത്രമേ നീതിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. So they are how they are enforced. Even though there are strong rules, how they are being implemented, how they are being enforced is very important. അതുകൊണ്ടാണ് സുസ്ഥിരമായൊരു ഗവൺമെൻറ് വേണം എന്ന് പറയുന്നത്. So many theorists like Adrian, he described politics as all process of conflict, cooperation, negotiation in determining how to own, use, create and allocate resources. That's also important. As far as governments are concerned, they should always follow the path of sustainable development. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? വരും തലമുറയ്ക്ക് കരുതി വെച്ചിട്ട് വേണം നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോഷ്യോ സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്.
So Grandvetter argues that there are three major influences of social structure on the economic outcomes. It is one of the important aspect of development പ്രോസസ്. സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരിക്കണം ഒരു സൊസൈറ്റിയുടെ. There are three influences: social networks, reward and punishment based upon social networks and trust. Trust എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. Quality of the information in development process is heavily based on social connectivity, social networks, റിലേഷൻഷിപ്സ്. ഇതെല്ലാം ഒരു സമൂഹത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ അനീതിയാണോ, ഇൻജസ്റ്റിസ് ആണോ, ജസ്റ്റിസ് ആണോ? സോ ഇൻ എവറി സൊസൈറ്റി ദർ വിൽ ബി റിവാർഡും ഉണ്ട്, പണിഷ്മെൻറ്റും ഉണ്ട്, അല്ലേ? നല്ലത് ചെയ്താൽ നമുക്ക് റിവാർഡ് കിട്ടും, ചിത്തക്കാര്യങ്ങൾ ചെയ്താൽ പണിഷ്മെൻറ്റും ഉണ്ടാവണം. അതിനാണല്ലോ കോടതിയും ഇതെല്ലാം ഉള്ളത്. സോ തേർഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഹൈലൈറ്റഡ് ബൈ ഗ്രാൻഡ്വാട്ടർ ഇസ് ട്രസ്റ്റ് ഫാക്ടർ. സോ റൈറ്റ് തിങ്സ് വിൽ ബി ഡൺ. അതാണ് ഒരു ട്രസ്റ്റ്. സൊസൈറ്റിയിൽ ഒരു ട്രസ്റ്റ് വേണം എന്നാണ് ഇവർ പറഞ്ഞത്. There was a report by Brundtland has not only revealed the importance of sustainable development, it also argues for global societal development. Sustainable development. So when you work for the development, it should be sustainable. Our intention, our aim, നമ്മുടെ ഒരു എയിം എപ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അല്ലാതെ മാക്സിമം വെള്ളം പൊല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം എയർ പൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് അല്ല. അതാണ് UN സെക്രട്ടറി ജനറൽ എല്ലാം പറഞ്ഞിരിക്കുന്നത്, കോഫി അന്നനൊക്കെ പറഞ്ഞിരിക്കുന്നത്. when you do something for developing our society, our country, it should be based on the sustainable development ആയിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. So developments and its consequences on different societies എങ്ങനെ ആയിരിക്കും? നമ്മളിപ്പോൾ ഒരു വികസന പ്രക്രിയ അല്ലെങ്കിൽ വികസന പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതെങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യനെ എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരുപാട് പ്രോജക്ട്സ് ഓൾ ഓവർ ദ കൺട്രി, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, കൺസ്ട്രക്ഷൻ ഓഫ് പോർട്സ്, സീ പോർട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് മെട്രോ റെയിൽ, ഇതെല്ലാം വരുമ്പോൾ എന്താണ് പറ്റുന്നത്? കുറേ ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവും, അവരുടെ വീട് നഷ്ടപ്പെടുന്നു, അവരുടെ ലാൻഡ് നഷ്ടപ്പെടുന്നു. സോ നൗ the environmentalists and also the sociologists are saying that we should give a human face to the development. നമ്മളൊരു മനുഷ്യമുഖം അല്ലെ മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസനമാണ് യഥാർത്ഥ വികസനം. അതാണ്. സോ സോഷ്യൽ ക്യാപിറ്റൽ ഇൻഡെക്സ് പുട്ട്നാം പറയുന്നത് there are social, organizational and political dimensions of trust, participation and integration. In Indian context, one has to understand how the changes in the society affect development. അതായത് ഗവൺമെൻറ്റ്സ് എങ്ങനെയായിരുന്നു, നമ്മൾ കൊളോണിയൽ ഗവൺമെൻറ്റ്സ് ആയത്. അത് ബിക്കോസ് വെൻ ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ വി വെർ ദ കോളനി ഓഫ് എ ബ്രിട്ടീഷ് ആയിരുന്നുവല്ലോ. സോ ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ ട്രഡീഷണൽ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഇല്ലിട്രേറ്റ്, പിന്നെ കുറേ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, പിന്നെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു സൊസൈറ്റി ആയിരുന്നു. ആൻഡ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം വാസ് അല്ലേ, ആൻഡ് ഫാമിലി, അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ ഇന്ത്യൻ സൊസൈറ്റീനെ എങ്ങനെയാണ് കൊളോണിയൽ റൂള് വന്നപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തത്, എങ്ങനത്തെ മാറ്റങ്ങളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായത്? സോ ദീസ് ചേഞ്ചസ് അവർ ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു അല്ലേ. റെയിൽവേ കൊണ്ടുവന്നു, ഇംഗ്ലീഷ് സ്പീക്കിംഗ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. വിമൻ ഓൾസോ ക്യാൻ ഗോ ഔട്ട് ഫോർ ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി, ഓഫീസുകളുണ്ടാക്കി അല്ലേ. ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷുകാരുണ്ടാക്കി വെച്ച ഓഫീസ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ അവർ ആഫ്റ്റർ ഫ്രീഡം, after when we got freedom in the day, we made a constitution അല്ലേ. അംബേദ്കറും പിന്നെ നെഹ്റു എല്ലാവരും
ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ കെട്ടുറപ്പിന് അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യൻ സമൂഹത്തിന് ഏറ്റവും നന്നായി ഡെമോക്രാറ്റിക് വേയിൽ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ പറ്റി അവർ ആലോചിച്ചു. ആൻഡ് ദേ റോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഹസ് മെയ്ഡ് എവ്രി വൺ ഈക്വൽ ഇൻ ദ റെലം ഓഫ് ലോ. അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ no discrimination shall be shown with respect to sex, religion, native place, etc. അപ്പം അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോർ ഡെവലപ്പിംഗ് സെൽഫ് കേപ്പബിലിറ്റീസ് ആൻഡ് ദെൻ ടു കോൺട്രിബ്യൂട്ട് ടു ദ ഓൾ ദ ഡെവലപ്മെന്റൽ പ്രോസസ്. സോ the Indian social structure, which has history and culture of a feudal society, also influenced the development process. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒന്നാമത് പല പല സ്റ്റേറ്റുകളാണ്, പല പല ലാംഗ്വേജ്, പല പല സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വികസന പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ സെമി ഫ്യൂഡൽ ഓർ ഫ്യൂഡൽ നേച്ചർ ഓഫ് ദ സൊസൈറ്റി വിത്ത് ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഹാമ്പേഴ്സ് ദ ഓവറോൾ ഡെവലപ്മെന്റ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടി. സോ this also brought restriction for market development. On the contrary, due to globalization effects, a new tendency has been recognized in the urban elites of the underdeveloped countries, where they try to imitate the cultural pattern of elites of developed. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഈ വേൾഡ്, ഈ ലോകം ഒന്നായി കാണുന്ന ഒരു രീതി. അതാണ് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ലൈറ്റ്സ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് എന്താ ചെയ്യുന്നത്, അത് നമ്മൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലോ ഡെവലപ്പിംഗ് കൺട്രീസിലോ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇൻക്രീസ് റേറ്റ് ഓഫ് കൺസംപ്ഷൻ പാറ്റേൺ തുടങ്ങി ആൻഡ് ഓൾസോ ടു ലെസ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ. ദിസ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ഡെവലപ്പ്. അപ്പോൾ ക്യാപിറ്റൽ കുറയുമ്പോൾ എന്ത് പറ്റും, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. സോ വാട്ട് ആർ ദ കൾച്ചർ? ഇപ്പോൾ നമ്മൾ എക്കണോമിക് ഫാക്ടേഴ്സ് വി ആർ എക്സ്പ്ലെയിൻഡ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നോക്കി. സോ നൗ വി പാസ് ഓൺ ടു കൾച്ചറൽ. എന്താണ്, വാട്ട് ഈസ് കൾച്ചർ? എന്താണ് സംസ്കാരം? സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സ് എക്സ്പ്രസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. നമ്മൾ ഇന്ന് ഏത് രീതിയാണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തെല്ലാം പെടും നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഡ്രസ്സിങ് പാറ്റേൺ, നമ്മുടെ പെരുമാറ്റ രീതികൾ. when you say നമസ്കാരം to some other person, it is a part of Indian culture, അല്ലേ? നമ്മൾ ഈ ഷെയ്ക്കാൻ്റെയൊക്കെ നമുക്ക് പുറത്തുനിന്ന് വന്ന ഒരു രീതിയാണ്. നമ്മുടെ നമസ്കാരം പറയുക, അതൊക്കെ ആയിരുന്നു നമ്മുടെ രീതികൾ. അപ്പോൾ ഒരു ജനതയുടെ, ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാം, ഇതിൻ്റെ എല്ലാം അകത്തും ഇത് സം ടോട്ടൽ ഓഫ് വാല്യൂസ്, പാറ്റേൺ. അതെല്ലാം ടൈലറൊക്കെ ഒരുപാട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് കൾച്ചർ എന്താണെന്ന്. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം അവിടെ വരുന്ന വികസന പ്രക്രിയയെ സാരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യും. സോ ഇറ്റ് കുഡ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. പല രീതിയിലായിരിക്കും അത്. The degree of discrimination on account of any cultural or historical factor hold back any country to the. അപ്പോൾ ഈ സംസ്കാരത്തിനനുസരിച്ചാണല്ലോ മനുഷ്യരുടെ ജീവിതം അവർ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അത് തീർച്ചയായിട്ടും ഈ ഡെവലപ്മെന്റ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ്. ചിലപ്പോൾ അതിനെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഡാമിൻ്റെ ആവശ്യമുണ്ടോ, ചിലപ്പോൾ അവരങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. സോ ദേ വിൽ റെസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ആക്സെപ്റ്റ് ദ ചേഞ്ച് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സൊസൈറ്റി. അവരത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമ്മൾ വിഴിഞ്ഞത്ത് അതാണല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ സംടൈംസ് പീപ്പിൾ വിൽ നോട്ട് ആക്സെപ്റ്റ്. അപ്പോൾ അവിടെ എൻവയറമെന്റിന് ദോഷം വരാത്ത രീതിയിലുള്ള പ്രോജക്ട്സ് കൊണ്ടുവരണം. അതാണ് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തുക, എന്നിട്ട് നമ്മൾ
കൊണ്ടുവരുമ്പോൾ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ മാറ്റർ ടു ദ പീപ്പിൾ. അതുപോലെ അവർക്ക് തൊഴിൽ അവർക്ക് നഷ്ടമാകുന്നവർക്കും മറ്റ് തൊഴിൽ രീതികൾ, ഓൾട്ടർനേറ്റ് വേ ഓഫ് വർക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേറെ സ്ഥലത്ത് കിടപ്പാടം, എല്ലാ സൗകര്യങ്ങളും കൂടി. ഫോറിൻ കൺട്രീസിലൊക്കെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമ്പോൾ അവർ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വീട് നിർമ്മിച്ച് ഇലക്ട്രിസിറ്റി, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് മനുഷ്യരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുകയാണ്. സോ ദേ വിൽ നോട്ട് ബി എനി പ്രൊട്ടസ്റ്റ് ഫ്രം ദ പീപ്പിൾ. അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ ചെയ്യുന്നത്. അപ്പോഴാണ് പ്രൊട്ടസ്റ്റ് വരുന്നത്. സോ പ്രയോറിറ്റി എപ്പോഴും ആൾക്കാരുടെ പുരോഗതി ആയിരിക്കണം. പീപ്പിൾസ് അപ്ലിഫ്റ്റ്മെന്റ്. In attempt to the mainstream, numerous groups are suppressed due to their cultural and historical aspects in Indian society. നമ്മുടെ കൾച്ചറിൽ അവർ ചെയ്തിരുന്ന ചിലപ്പോൾ മീൻപിടുത്തം കൊണ്ടായിരിക്കും അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഞങ്ങൾ പോർട്ട് നിർമ്മിക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇനി മീൻ പിടിക്കാൻ പറ്റില്ല. പക്ഷെ വാട്ട് ഇസ് ഓൾട്ടർനേറ്റീവ്? ഹൗ ദേ വിൽ ലീവ്? ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ഒരു വികസനം കൊണ്ടുവരാൻ. അപ്പോൾ ആരും പ്രൊട്ടസ്റ്റ് ചെയ്യില്ല. സോ that we should do. People are governed by desires, ideologies, beliefs, and they need to be guided by ideals even after economic achievement. Differences between nations are due to education, culture, particularly at the level of development. So Indian society has lost the possible productivity of women in this manner. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറെ സൂപ്പർസ്റ്റിഷൻ, പ്രിജുഡിസ്, നറിഷ്മെന്റ് ഓഫ് ഡീപ് റൂട്ടഡ് കൾച്ചറൽ പ്രാക്ടീസ് ക്യാൻ കം ഇൻ ദ വേ ഓഫ് ഡിസെമിനേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. പണ്ട് സ്ത്രീകൾ പുറത്ത് പോയി പഠിക്കുക തന്നെ ഇല്ലായിരുന്നു. അത് ശരിയല്ല, അല്ലെങ്കിൽ അത് നല്ലതല്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതിനെ മാറ്റിയെടുത്തു. ദിസ് അൺഈക്വൽ ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് സിറ്റുവേഷൻ ഫർദർ റിസൾട്ട്സ് ഇൻ ടു ഹാമ്പറിംഗ് ഓഫ് ഡെവലപ്മെന്റൽ കൺസേൺസ് such as family planning, education for all, health and hygiene. Apart from this, the subaltern and the marginalized societies, including women, scheduled caste, scheduled tribe, other backward classes, ഇതെല്ലാം ചില ഇന്ത്യ സമൂഹം എടുത്തു വെച്ചാൽ majority of the population of country have been remained deprived to engage in the development. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ നമുക്ക് വികസനം സാധ്യമാകില്ല. അതാണ്. So now we have explained economic factor, political factors, cultural factors. Now we pass on to the physical and എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഫിസിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഫാക്ട്. എവിടെയാണ് രാജ്യം, ഇക്വേറ്ററിന്റെ അടുത്താണ് അവിടെ ചൂട് കൂടുതലായിരിക്കും അല്ലെ. ദൂരെയാണെങ്കിൽ അവിടെ തണുപ്പായിരിക്കും, അല്ലെങ്കിൽ മലമ്പ്രദേശമായിരിക്കും, അല്ലെങ്കിൽ തീരത്തിനും അടുത്തായിരിക്കും, പുഴ തീരത്ത്. അപ്പൊ ഇതെല്ലാം ഒരു സമൂഹത്തിന്റെ വികസനത്തിന് സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സാണ്. സോ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് എനി കൺട്രി and the nature of environmental conditions are also amongst the most significant factors in the development. By influencing transportation costs, productivity of the land, ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലം ഫെർട്ടൈൽ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കൃഷി ചെയ്യാം. പക്ഷേ മരുഭൂമിയാണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് വേറെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഇൻഡസ്ട്രി അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. സോ ജിയോഗ്രഫിക്കൽ ഫാക്ടർ എപ്പോഴും വികസനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ വികസനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഓൾ ഓവർ ദ വേൾഡ്, ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് യു ക്യാൻ സീ ദാറ്റ്. ഏറ്റവും തണുപ്പുള്ള ഒരു രാജ്യത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ചൂടുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. മരുഭൂമിയിൽ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഏറ്റവും ഫെർട്ടൈൽ ലാൻഡുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃഷിയുള്ള സ്ഥലത്ത് ചെയ്യാൻ നമുക്ക് ഫെർട്ടൈൽ ലാൻഡിൽ കൃഷി ചെയ്യാൻ പറ്റും. അതേസമയം ഉണങ്ങി വരേണ്ട ഭൂമി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ ഓൾട്ടർനേറ്റീവ്. So population concentration in certain preferred geographical areas, connectivity with seashores and rivers also influence the national. ഇപ്പം നമ്മൾ കടൽ തീരത്തിനോ പുഴയുടെ തീരത്തൊക്കെ ആണെങ്കിൽ നമുക്ക്
കടലിൽ കൂടിയുള്ള ട്രേഡ് എല്ലാം നടത്താൻ പറ്റും. സോ ഫിസിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആർ ഓൾസോ വെരി. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് കാര്യം എടുത്തു നോക്കുവാണെങ്കിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിലീജിയനാണ് അല്ലേ. എല്ലാവർക്കും അവരവരെ ഇപ്പം അത് കൂടിക്കൊണ്ടുവരികയാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം റിലീജിയനാണ് വലുത്. വി ഹാവ് ദ ഫ്രീഡം ടു പ്രാക്ടീസ് എനി റിലീജിയൻ. അത് മറ്റുള്ളവരുടെ റിലീജിയനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം. അതില്ലാത്തപ്പോഴാണല്ലോ നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ റിലീജിയൻ മേ ബി അണ്ടർസ്റ്റുഡ് ആസ് എ കോസ്, പ്രിൻസിപ്പിൾ ഓർ സിസ്റ്റം ഓഫ് ബിലീഫ്സ് held to with ardor and faith. The role of religion, the development of any society, as the same has been highlighted by Max Weber in the study of Protestant. Max Weber ധാരാളം പറഞ്ഞിട്ടുണ്ട് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസത്തിലേക്ക്. He has explained how the religion is influencing the society. As far as India is concerned, the country has seen changes in the economic growth and development, but religion has not lost its central position in the society. ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വിശ്വാസങ്ങളും മതങ്ങളും മനുഷ്യരെ സ്വാധീനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. It still determines the social hierarchy in Indian society. Apart from theological differences, there are lifestyle, political and historical factors accompanied with ഒരുപാട് രീതികൾ അല്ലേ, വിശ്വാസ പ്രമാണങ്ങൾ, ലൈഫ് സ്റ്റൈൽ, പ്രാക്ടീസസ്, രീതി, ഇതെല്ലാം ഓരോ റിലിജനും വ്യത്യാസമാണ്. പക്ഷെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അതാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷെ സംടൈംസ് ദ റിലീജിയസ് ഫെയ്ത്ത് വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഡെവലപ്മെൻറ്റ്. അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് വികസനത്തിന് എതിരായി സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ നൗ വി പാസ് ഓൺ ദ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഫാക്ടർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമുക്കറിയാം. ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരിടത്തും ആർക്കും എത്താൻ പറ്റാത്ത, ഇറ്റ്സ് വൺ ഓഫ് ദ കോർ ഫാക്ടേഴ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ എവറി സെൻസ്. Without substantial investment in human capital, no country can achieve economic development. Education and awareness enrich the perception that people have themselves and the world. എഡ്യൂക്കേഷൻ വഴിയാണ് പല സമൂഹങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. ഈവൻ കേരള അല്ലേ, ഇപ്പം എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും അധികം ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ കുട്ടികൾ ഒരുപാട് പഠിച്ച് അവർ ഹൈ ലെവൽ എഡ്യൂക്കേഷൻ നേടിയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദിസ് ഓൾസോ ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് ദെയർ ലൈഫ്. ദിസ് ഇൻഫ്ലുവൻസസ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് and offers people and society broad and social benefits. Education is an instrument of social change and an important input in the process of development itself. So today we can see that education is an instrument for social change. സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് വിദ്യാഭ്യാസം വഴി സാധ്യമാകുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ സാധിക്കും. The role of education in human resource development requires much focus. So education increases efficiency and innovation for citizens and encourages entrepreneurship and technical development. Today we see that technology is developing very fast. So through education, our children or our students are acquiring many skills. അതാണ് നമുക്കിന്ന് വിദ്യാഭ്യാസത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. പുതിയ അറിവുകൾ, പുതിയ മെത്തേഡ്സ്, ഇതെല്ലാം വിദ്യാഭ്യാസത്തിലൂടെയാണ് സ്റ്റുഡൻസിന് കിട്ടുക. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ദ സൊസൈറ്റി ടു ചേഞ്ച്. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വലിയ ഘടകമാണ്. It also plays a very important part in ensuring economic and social growth and increasing the distribution. Of course, the education plays, through education എന്താ സംഭവിക്കുന്നത്, നമ്മൾ എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ നല്ല ജോലി കിട്ടുന്നു, വരുമാനം വർദ്ധിക്കുന്നു, ആ സൊസൈറ്റിയിലെ ലൈഫ് സ്റ്റാൻഡേർഡ്, അവിടുത്തെ ആൾക്കാർ ലൈഫ് സ്റ്റാൻഡേർഡ് തന്നെ മാറുന്നു. സോ another factor for the development is the administrative factors. So majority of the nations which gain independence out of the colonial roles have not been able to abolish the colonial culture.
in terms of administration. As a result, many a times the administrative and bureaucratic functioning continues to practice exploitative, unethical values and proves to be inefficient. The problems of red tape. അപ്പോൾ ഏതൊരു സമൂഹത്തിനും വികസനം സാധ്യമാണെങ്കിൽ അവിടെ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ വേണം, അല്ലേ? ഭരണനിർവഹണം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. വി നീഡ് ഗുഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫോഴ്സ്. അതാണ് കൊളോണിയൽ റൂൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ കൊളോണിയൽ കൾച്ചർ ഒരുപാട് മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഇൻ ടേംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സോ ദിസ് അഫക്ട്സ് നെഗറ്റീവ്ലി ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഇത് നെഗറ്റീവായിട്ട് ആ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ദ ബ്യൂറോക്രാറ്റിക് ഫങ്ഷൻ. പലപ്പോഴും നമുക്കറിയാം, അല്ലേ? സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ വൈകുന്നു എന്നുള്ളൊരു പരാതി പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ദാറ്റ് ഈസ് റെഡ് ടേപ്പിസം ആൻഡ് ഓൾ. ഇറ്റ് ഈസ് ദ റൂൾ, ബട്ട് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ടു ഇംപ്ലിമെൻറ്റ് എ പ്രോസസ് ഓർ എ ഡെവലപ്മെൻ്റൽ പ്രോജക്റ്റ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭരണനിർവഹണം പലപ്പോഴും വികസനത്തിനെ സ്ലോ ആക്കുന്നു അല്ലെങ്കിൽ മന്ദീഭവിപ്പിക്കുന്നു. സോ ദ പ്രോബ്ലംസ് ഓഫ് റെഡ് ടേപ്പിസം ആൻഡ് കറപ്ഷൻ, സംടൈംസ് കറപ്ഷൻ, കൈക്കൂലി മേടിക്കൽ, ഇതെല്ലാം വരുമ്പോൾ ആൾക്കാർക്ക് തന്നെ മടുപ്പ് വരുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകുന്നുണ്ട്. സോ ദിസ് ഓൾസോ അഫക്റ്റ് the development process negatively. Next, we can see that the technological factors, how these are influencing the development process. With the increasing importance of information technology in the globalized world, the underdeveloped and developing countries are forced to be dependent on the advanced technologies and information of the എപ്പോഴും ഈ 3 തരം രാഷ്ട്രങ്ങളെ വെച്ച് നമ്മൾ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്. We sometimes, the other countries depend on the developed countries for technology. അവരുടെ ടെക്നോളജി കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് മെയിൻലി ഡിപ്പെൻഡ് ഫോർ ദ ടെക്നോളജി ഇൻ വേരിയസ് ഫീൽഡ്സ്. അത് എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും അഗ്രികൾച്ചർ ആയാലും നമുക്ക് കാണാൻ സാധിക്കും. ഡെവലപ്ഡ് കൺട്രീസിലെ വികസിത രാജ്യങ്ങളിലെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എളുപ്പത്തിൽ ജോലികൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ല. സോ such conditions result into the buying of machinery and technology which is now discarded or is not so advanced for the developed countries. So now we will pass on to the what are the instruments of development. There are certain ഇൻസ്ട്രുമെൻറ്റ്സ് എന്നോ അല്ലെങ്കിൽ മെഷേഴ്സ് എന്നോ നമുക്ക് പറയാം. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ വികസനം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ. They are called the instruments of development. So one of the most debatable yet infrequently used instruments to measure development has been GNP, Gross National Product. It has been used at the international level for comparing the levels of development of different കൺട്രീസ്. ഈ GNP എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് അവിടെ എത്രമാത്രം വികസനം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നത്. So per capita income, it is also one of the main instruments to estimate the development level of any particular country. So the economic growth in terms of achieving more and more sometimes did not result as planned. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇൻകം വർദ്ധിക്കണമെന്നില്ല. The policy makers of the developing countries were convinced that increase in economic growth will gradually help in eradicating poverty, income inequalities and unemployment. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചാൽ എന്ത് പറ്റും? ആസ് എ റിസൾട്ട് നമുക്ക് എക്കണോമിക് ഒരു മനുഷ്യൻ്റെ തന്നെ നമുക്കറിയാം, ഇൻഡിവിജ്വലായിട്ട് ഒരാളെ നമുക്ക് എടുത്തു നോക്കിയാൽ if his income is increasing, what happens as a result? എന്താ പറ്റുന്നത്? അല്ലെ ദാരിദ്ര്യം മാറ്റാൻ സാധിക്കുന്നു, അല്ലേ? ആൻഡ് ഇൻകം ഇനീക്വാലിറ്റീസ്, ഉള്ളവനും ഇല്ലാനും തമ്മിലുള്ള ഇനീക്വാലിറ്റീസ് അവിടെ കുറയുന്നു. പിന്നെ തൊഴിലില്ലായ്മ മാറുന്നു. സോ ദീസ് ആർ സർട്ടൻ റിസൾട്ട്സ് ഓഫ് ദ when you have increase in
പെർ ക്യാപിറ്റൽ ഇൻകം. ലെസ് ഇൻകം ഇനീക്വാലിറ്റീസ് കുറയുന്നു. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? ഇനീക്വാലിറ്റീസ് കുറയുന്നു. അതാണ് വരേണ്ടത് ശരിക്കും. സോ അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് ഡെവലപ്മെൻറ്റ് ഇസ് ദ ലെവൽ ഓഫ് ഇൻകം ഇനീക്വാലിറ്റീസ് ഇൻ എനി കൺട്രി ഇൻ ജനറൽ and in developing and underdeveloped countries in particular. So many reports published by the World Bank and other international agencies like Oxfam have time and again highlighted the sharp distinction in the income inequalities of majority of developed countries' population and their minor share in the national income. അപ്പോൾ ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, അതാണ് ഇനീക്വാലിറ്റീസ്. ആ ഇനീക്വാലിറ്റീസ് കുറഞ്ഞാൽ മാത്രമേ ഒരു സമൂഹത്തിൽ വികസനം വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോ പോവർട്ടി, eradication of poverty is always very important. It is taken as a measure how far a society has poverty. അതാ ഒരു മെഷറായിട്ട് എടുത്തേക്കുവാണ് ഇന്ന്. എന്തിന്? For the development process. So the extent of poverty level in a country has been one of the classical criteria for assessing the development process in any particular society. For developing countries, lower gross national product with sharp income inequalities has been very significant in spreading the poverty, especially Asia, Africa, and Latin America. So due to widespread poverty levels in the developing countries, there are greater challenges to bring minimum standard of living with regard to nutrition, basic amenities, health, education. അപ്പോൾ റാഡിക്കേഷൻ ഓഫ് പോവർട്ടി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ നമുക്ക് ആ രാജ്യത്തെ ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്, ലൈക്ക് ഫുഡ്, അക്കോമഡേഷൻ, പ്രൊവൈഡിങ് ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് എക്സെട്ര. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു രാജ്യത്ത് പോവർട്ടി എത്രയുണ്ട്, അതിൻ്റെ ലെവൽ എത്രയാണ്. അതനുസരിച്ച് വി ക്യാൻ മെഷർ ദ ഡെവലപ്മെൻറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കൺട്രി. ആൻഡ് സോ ഫോർ എനി ഡെവലപ്പ് വി നീഡ് പ്ലാനിങ്. എല്ലാ രാജ്യത്തും ഉണ്ട് പ്ലാനിങ്. വി ഹാവ് 5 year പ്ലാൻസ്. ഓരോ 5 വർഷത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ നേരത്തെ തീരുമാനിക്കും എന്തെല്ലാം ചെയ്യണം. ഹെൽത്ത്, ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ടാവും. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എയറോനോട്ടിക്കൽ, സ്പേസ് ടെക്നോളജി, ഇവിടെ എല്ലാം എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് വരുത്താൻ സാധിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള മണി വരെ അല്ലെങ്കിൽ പൈസ അലോക്കേറ്റ് ചെയ്യും. ആൻഡ് for the central government, what will be the projects undertaken for this? And for each state, they have also their own planning. What അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി ഇത്ര മണി, പൈസ അലോക്കേറ്റ് ചെയ്യാൻ, കോടികൾ എത്ര വേണം എന്നുള്ളത് they will allocate. And sometimes center also will help the state governments to undertake certain projects. So with respect to development planning is very important. Planning of development can be interpreted differently depending on the context and time specific to a particular. ഓരോ സൊസൈറ്റിയിലും എന്ത് തരം പ്ലാനിങ് ആണ് വേണ്ട ആ സമൂഹത്തിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. സോ in the Indian context, this work has been done with the provision of Planning Commission. A Planning Commission was set up by the chairmanship of Nehru, and this started functioning with the aim of developing the Indian society. So under the commission, visionary planning followed 5 year plans. ആ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. So the planning has been organized and Niti Aayog reorganized, and now it's called Niti Aayog. The Prime Minister of India remains the official chairman of this body and works along with deputy chairman and other experts belonging to the different domains. So what are the basic needs approach? ഒരു സമൂഹത്തിന് എപ്പോഴും പുരോഗതി കൈവരണമെങ്കിൽ ഒരു ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ട ഒരു സംവിധാനം നമുക്കുണ്ടാവണം. സോ this approach further requires a set of indicators for measuring the fulfillment of basic needs in a particular country. So we have to fulfill the basic needs. That is very, very important.
Some theorists like Hicks and Streeton have recognized life expectancy at birth in health. ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഇപ്പോൾ എടുത്തേക്കുവാണ് വികസനത്തിനെ കുറിച്ച് അറിയാനും മെഷർ ചെയ്യാനും. പ്രൈമറി സ്കൂൾ എൻറോൾമെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, കലോറി സപ്ലൈ പെർ ഹെഡ് ഇൻ ന്യൂട്രീഷൻ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ഇതെല്ലാം ആൻഡ് ആക്സസിബിൾ ടു പോർട്ടബിൾ പവർ ഇൻ വാട്ടർ സപ്ലൈ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, regard to sanitation, housing as components for determining the access to basic needs by the. അപ്പോൾ ഈ എല്ലാ ഫാക്ടറും, അതായത് മോർട്ടാലിറ്റി റേറ്റ്, വാട്ടർ സപ്ലൈ, ഫുഡ് അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷൻ, ഇതെല്ലാം ഓരോരോ ഫാക്ടേഴ്സായിട്ട് എടുത്തേക്കുവാണ്. ദീസ് ആർ ദ ബേസിക് നീഡ്സ് എനി സൊസൈറ്റി, ഇൻഡിവിജ്വൽ ഓഫ് എനി സൊസൈറ്റി ഷുഡ് ഹാവ്. അപ്പോൾ ഓരോ സമൂഹത്തിൽ ഇത് എത്രമാത്രം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് അവിടെ എത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ദീസ് ആർ സർട്ടൻ ക്രൈറ്റീരിയ, ദീസ് ആർ സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് us to know the development of that particular society. Now we'll pass on to the next topic, that is sustainable development. So we know that there are so many processes for the development by using our natural resources. But one more instrument utilized to put development in a more time-testing context was the idea of sustainable development. So this idea was propounded by the Brundtland Commission report published as Our Common Future in 1987. ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് 1987 So it questioned the efforts made in the field of development with regard to futuristic perspective. The report defined sustainable development as to meet the needs of the present without compromising the ability of future generations to meet their. അതായത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ വികസനം സാധ്യമാക്കാൻ. അല്ലാതെ എല്ലാ വെള്ളവും, വായു, മണ്ണ് ഇതെല്ലാം മലിനീകരിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല. We need sustainable development. That should be without compromising with the future generation. അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ട് വേണം നമ്മൾ, അതായത് പ്രകൃതിയെ ഹനിക്കാതെ, പ്രകൃതിക്ക് ദോഷം ചെയ്യാതെ ഉള്ള വികസനം. അതിനാണിപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരെല്ലാവരും വാദിക്കുന്നത്. സോ വാട്ട് ആർ ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഹൗ ഡെവലപ്മെൻറ്റ് ഫോർ എനി ഹ്യൂമൻ ബീയിങ് ഈസ് ബീയിങ് ഡൺ, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഡിസൈൻഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, UNDP, എങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നത്? സോ ദേ ഇൻ 1990 പബ്ലിഷ്ഡ് എ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തു. സോ ദ ബേസിക് പ്രിൻസിപ്പൽ യൂട്ടിലൈസ്ഡ് in the construction of human development index consists of enlarging the choices of the people. We cannot deny people's needs. അതാണ് ഏറ്റവും പ്രധാനം. These choices include desire to live long, നല്ല ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിച്ചിരിക്കുക, അതാണ്. ടു അക്വയർ നോളജ്, അറിവ് സമ്പാദിക്കുക. ടു ഹാവ് എ കംഫർട്ടബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓൾ ഇൻഡിവിജ്വൽസ് ഷുഡ് ഹാവ് എ കംഫർട്ടബിൾ, അതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യം. എല്ലാ വ്യക്തികളും, എല്ലാ സിറ്റിസൺസും, ഓരോ പൗരനും, ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കാൻ ആവശ്യമുള്ള ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കാൻ രാഷ്ട്രം കടപ്പെട്ടിരിക്കുന്നു. എ കംഫർട്ടബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ടു ബി എംപ്ലോയ്ഡ് ഗെയിൻഫുള്ളി, എല്ലാവർക്കും ജോലി. ടു ഹാവ് ആക്സസ് ടു ക്ലീൻ എയർ ആൻഡ് ദ ഫ്രീഡം ടു ലിവ് റെസ്പെക്റ്റബിൾ കമ്മ്യൂണിറ്റി ലൈഫ്. നല്ല വായു, നല്ല മണ്ണ്, നല്ല വെള്ളം, ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ ഓരോ പൗരൻ്റെയും ഓരോ രാജ്യത്തിലുള്ള ഓരോ പൗരൻ്റെ അവകാശമാണ്. പക്ഷെ ഇന്നത് സാധ്യമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ നൗ വിൽ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് യൂണിറ്റ്, ദാറ്റ് ഈസ് ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ്.
So in this unit, what are the objectives? We'll just see the criteria for categorization of developed, developing and underdeveloped nations. മൂന്നായിട്ട് ലോകരാഷ്ട്രങ്ങളെ തരംതിരിച്ചിട്ടുണ്ട് ഈ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിൽ. We'll discuss the meaning and definition of developed, developing and underdeveloped economies. Analyze the political economy-based relationship between countries and limits of economic development possibilities of poorer areas and the different dimensions. എന്താണ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറഞ്ഞാൽ? വികസിത രാഷ്ട്രങ്ങൾ, വികസ്വര രാഷ്ട്രങ്ങൾ, അവികസിത രാഷ്ട്രങ്ങൾ, ഇങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. So, how this categorization is related to development, we'll just see that. So, development studies as an area of research have their origins in the aftermath of World War II. കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ ചിന്തിക്കാനും ഡിസ്കസ് ചെയ്യാനും തുടങ്ങിയത്. ബിക്കോസ് ഡ്യൂ ടു ദ വാർ മെനി കൺട്രീസ് അല്ലെങ്കിൽ സൊസൈറ്റീസ് എല്ലാം സമൂഹം നാശം വിതച്ച് കടന്നുപോയി യുദ്ധങ്ങൾ, അല്ലേ? സോ ആഫ്റ്റർ ദാറ്റ് വാട്ട് യു നീഡ് ഈസ് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ സൊസൈറ്റി. രണ്ടാമതെല്ലാം പണിത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നു. അതിന് സാമ്പത്തിക വികസനം ആവശ്യമാണ്. സോ എക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് ഓൾസോ നെസസറി. The origin of development as an ideology can be traced to the era of industrialization in the 19th century. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ സമൂഹത്തിലുണ്ടായി. Due to the industrialization, the products can be made easily, and also the women coming out of the houses and go to out work area. അത് വളരെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഈ സമൂഹത്തിലുണ്ടാക്കി. So social and political thinkers such as Max Weber, Karl Marx, Emile Durkheim, they offer different perspectives on the common observation that society was changing from ട്രഡീഷണൽ ഫോംസ് ടു ദ മോഡേൺ ഫോംസ്. എന്താണ് ട്രഡീഷണൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലീവ് സ്റ്റെമ്മിങ് ഫ്രം സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളുള്ള ആൾക്കാർ, ഫാറ്റലിസം, ഇമോഷൻസ് ടു മോഡേൺ ഫോം ഡൊമിനേറ്റഡ് ബൈ ദ അപ്ലിക്കേഷൻ. ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം അങ്ങനെയല്ല, എന്ത് പറഞ്ഞാലും അത് അന്ധമായി വിശ്വസിച്ച് അന്ധമായി ഫോളോ ചെയ്യുന്ന ഒരു ജനതയായിരുന്നു ട്രഡീഷണൽ സൊസൈറ്റിയിൽ. ബട്ട് വെൻ ദ ഇയേഴ്സ് പാസ്ഡ് ഓൺ, കാലം മുന്നേറിയപ്പോൾ മനുഷ്യർ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അങ്ങനെയല്ല, മഴയെ ഒരു ദൈവമായിട്ട് ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഒരു ദൈവമായിട്ട് ആരാധിച്ചു. പക്ഷെ കാലം കടന്നു പോയപ്പോൾ പീപ്പിൾ ബിഗാൻ ടു തിങ്ക് ഹൗ റെയിൻ ഈസ് ഫോംഡ്, വൈ ട്രെമർ ഈസ് ഒക്കറിങ്, വൈ ഫ്ലഡ് ഈസ് കമ്മിങ്. So, and they found out some reasons behind these natural forces. അതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ മോഡേൺ സൊസൈറ്റിയിലോട്ട് നമ്മൾ പതുക്കെ പതുക്കെ എത്തി. Dominated by the application of reason and also the emphasis on efficiently and the ability to explain the world. സയൻറ്റിഫിക് ആയിട്ട് ഓരോന്നിനും പരിഹാരവും കണ്ടുപിടിക്കാൻ തുടങ്ങി. So Webster argues that for understanding the development-related problems, we need to examine the place of poor countries globally in terms of their social and economic relationships. ദരിദ്ര രാഷ്ട്രങ്ങൾ അവരെവിടെ നിൽക്കുന്നു? That's also very important. So, particular feature, ഓരോ സൊസൈറ്റിയുടെയും സ്വഭാവം അല്ലെങ്കിൽ അവരുടെ രീതികൾ ഇതെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് മാത്രമേ നമുക്ക് അവിടെ ഏത് തരം വികസനമാണ് സാധ്യമാവുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. Development will, and in terms of the effect which development will make on it, one also needs to analyze interactional outcomes of the cultural and economic processes with regard to social development. The historical past and the political decisions of various governments in terms of plans and their execution for social development also require investigation for estimating the influence of international agencies and international റിലേഷൻഷിപ്സ്. സോ ഏത് തരം പ്ലാനാണ് ഓരോ സൊസൈറ്റിക്കും അനുയോജ്യമായത്? ദെൻ ഓൺലി വി ക്യാൻ തിങ്ക് അബൌട്ട് ദ എക്സിക്യൂഷൻ ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലുള്ള വികസനമാണ് ആ പർട്ടിക്കുലർ സൊസൈറ്റിക്ക് സാധ്യമാകുമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
So the distinction between developed and underdeveloped, അല്ലെങ്കിൽ developing, was announced by United Nations in the National Account Statistics Yearbook of 1965. എന്താണ് ഡെവലപ്ഡ് കൺട്രീസ്, എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ്, എന്താണ് അണ്ടർ ഡെവലപ്പ്, ഇതിനെ പറ്റിയുള്ള ഒരു ഗൈഡ് ലൈൻസ്, ഒരു എക്സ്പ്ലനേഷൻ വാസ് ഗിവൺ ബൈ ദ യുണൈറ്റഡ് നേഷൻസ്. So the list included North America, Europe, largely Australia, New Zealand, United States, Canada, Japan. ഇതെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ഗ്രൂപ്പിലാണ്. ഏഷ്യ എക്സ്ക്ലൂഡിംഗ് ജപ്പാൻ, ആഫ്രിക്ക എക്സ്ക്ലൂഡിംഗ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക വെർ കെപ്റ്റ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ് ഗ്രൂപ്പ്. ഏഷ്യ തന്നെയാണ് ജപ്പാനെങ്കിലും ജപ്പാൻ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഗ്രൂപ്പിലാണ് പോകുന്നത്, ബിക്കോസ് ദേ ആർ മോർ ഡെവലപ്ഡ്. അതാണ്. സോ USSR and some countries of Eastern Europe in the developed group list. So the issue of categorization is not very easy, as there are complexities involved in the reasons for developed state of few countries by using political advantages in the form of resource utilization and monopolies over trade. ഇതിങ്ങനെ തരംതിരിക്കാൻ എളുപ്പമൊന്നും ആയിരുന്നില്ല, ബിക്കോസ് ദേ ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ വേരിയസ് ഫാക്ടേഴ്സ്. അത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഇങ്ങനെ തീരുമാനിക്കാൻ ഏതാണ് വികസന രാഷ്ട്രം, ഏതാണ് വികസിത രാഷ്ട്രം. സോ ടു എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഡെവലപ്ഡ് കൺട്രീസ്, it is also synonymous to the industrialized countries which have advanced economies. അതാണ് ഇപ്പോൾ എക്കണോമിസ്റ്റ് പറയുന്നത്. അഡ്വാൻസ്ഡ് ഇക്കോണമി ഉള്ളത് ഡെവലപ്ഡ് കൺട്രീസിലായിരിക്കും. It is also categorized by having advanced technological infrastructure and diverse industrial and service sector. അതാണ് ഇപ്പോൾ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് ലൈക്ക് അമേരിക്ക ആൻഡ് ഓൾ, if we go you can see that അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അവിടുത്തെ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പുരോഗമിച്ചതായിരിക്കും when you compare it with the underdeveloped or developing countries. Due to this, citizens of developed countries typically enjoy a quality lifestyle and having better access to health and അപ്പം അതുകൊണ്ട് അവർക്ക് ടെക്നോളജി ഒരുപാട് മുന്നിലോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്ഡ് ആണ്. അപ്പം എന്ത് പറ്റും, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. ലൈഫ് സ്റ്റൈൽ ബിക്കോസ് ദേ ഹാവ് മണി, ഇക്കണോമിക് പവർ ഈസ് വെരി സ്ട്രോങ്. സോ അതുകൊണ്ട് standard of life will be different, better access to health and education services. So the developed countries and the ways they achieved economic progress are thus prescribed as footprints for the underdeveloped. അപ്പോൾ അവർ underdeveloped countries ഇത് കണ്ടിട്ട് അവർ they try to imitate this, or they try to borrow technology from the developed countries and make some changes in their own countries. അതാണ് പറയുന്നത്. So in a very different manner, United Nations Secretary General Kofi Annan has defined a developed country as follows. Kofi Annan ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്, a developed country is one that allows all its citizens to enjoy a free and healthy life in a safe environment. ഒരു സുരക്ഷിതമായ എൻവയറമെന്റ് ജീവിക്കാൻ വിത്ത് സ്റ്റാൻഡേർഡ്സ്, വിത്ത് എ ഫ്രീ ആൻഡ് ഹെൽത്തി ലൈഫ്, അതായിരിക്കണം ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. So many other, like Huntington, described modernization as industrialization, urbanization, increasing level of literacy, education, wealth, mobility, and more complex and diversified occupational structure. ഇതെല്ലാം സാധ്യമാണ്. നഗരവൽക്കരണം, പിന്നെ അതുപോലെ തന്നെ ലിറ്ററസി, എഴുത്തും വായന അറിയുന്ന ആൾക്കാരായിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് ആ സമൂഹം ഡെവലപ്ഡ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, വ്യത്യസ്തങ്ങളായ തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കണം. വെസ്റ്റേണൈസേഷൻ ഓൺ ദ അതർ ഹാൻഡ് is seen as the conversion of the ways of Western civilization. It is regarded as the social process in which non-Western people are assimilated into the Western culture or into European culture. So what now will explain what is developing countries. But developed countries എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ എക്കണോമിക് ഫ്രീഡം ഉണ്ടാവും, ഒക്യുപ്പേഷണൽ ഫ്രീഡം ഉണ്ടാവും, സേഫർ എൻവയൺമെന്റ് ജീവിക്കാൻ ആവശ്യമുള്ള. സോ ദ ഡെവലപ്പിംഗ് കൺട്രീസ് എന്താണ്, cover around 75% of the total land area and approximately 85% of the total population of the world ആണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് എന്ന് നമുക്ക് പറയാനായിട്ട്
ദ ഗ്രോസ് ഡൊമസ്റ്റിക് GDP വെച്ചിട്ടാണ് ഈ കൺട്രി ഡെവലപ്പിംഗ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. All the goods and services produced by a country in a year, when analyzed as US dollars, according to the World Trade Organization, the 2/3 of its member countries fall in the category of development. WTO-യുടെ ഇത് പ്രകാരം അവരൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയാം. So this is a diverse group of countries who have different aspirations and problems. ഇവരുടെ പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആയിരിക്കും. They are very significant numbers and thus become very important for the global economy. There are special provisions made for these countries under the organization through the Committee on Trade and Development. Provisions of special rights and lenient rules are framed for development so that they may develop comprehensively using these fervors. The General Agreement and Tariff Trade GATT also provision for some preferential treatment and non-expectations of similar offers by the developed countries while making trade negotiations. There are certain rules set. കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ്? ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും നമ്മൾ ട്രേഡ് നടത്തുക, വ്യാപാര കരാർ എന്ന് പറയും. So what do you mean by underdeveloped countries? So Gunder Frank, the former colonial nations were underdeveloped because of their dependence. Dependency-നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു തിയറിസ്റ്റ് ആണ് ഗുണ്ടർ ഫ്രാങ്ക്. അതായത് ആശ്രിതത്വം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നേരത്തെ കോളനികളായിരുന്ന രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഈ ഡിപ്പെൻഡൻസി കാണുന്നതെന്നാണ് ഗുണ്ടർ ഫ്രാങ്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ദീസ് റിലേഷൻസ് സ്റ്റാൻഡേർഡ് ദെയർ ഡെവലപ്മെന്റ്. ദീസ് റീസൺസ് ആർ ഫോർ poor and underdeveloped are because of the structure of exploitation, capitalism, and world trade. So modernization tends to forget the historic experience of the third world. The less developed always depend on the developed countries. അതാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം. Being the most suitable and appropriate one to understand the relationship, the dependency theory predicated on the notion of a periphery. ചുറ്റും ഒരു പെരിഫറിയിലുള്ള ഒരു പോറും നടുക്കുള്ളവർ, ദാറ്റ് ഇസ് കോർ, അത് വെൽത്തി സ്റ്റേറ്റ്സും ആണ്. അപ്പോൾ ഈ പെരിഫറിയിലുള്ളവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ഡിപ്പെൻഡ് ഓൺ ദ കൺട്രീസ് ഓൺ ദ കോർ, അതായത് സെൻറ്റർ പാർട്ട്. അതാണ് ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കോർ എന്ന് പറയും, അതിൻ്റെ ചുറ്റുമുള്ളവർ പെരിഫറി എന്ന് പറയും. സോ പ്രീബിഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുവർ കൺട്രീസ് ഡു നോട്ട് നെസസറിലി ഗെറ്റ് ബെനിഫിറ്റഡ് ബൈ ദ അഡ്വാൻസ്മെന്റ് ഓഫ് ദി, അവർക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അറ്റ് ദ സെയിം ടൈം ദേ ആർ ബീയിങ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ കോർ നേഷൻസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ദെയർ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഇവർ ഉപയോഗിച്ചിട്ട് അവർക്ക് അത്രയധികം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല. സോ ഇതിനെക്കുറിച്ച് പല പല തിയറിസ്റ്റും പല പല വ്യൂ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദിസ് ഡിപ്പെൻഡൻസി. സോ the debate between Frank and Wallerstein theory and the world systems theory provides us many insights with respect to the underdeveloped countries. So many argued that the economic development of a state is very much dependent on the political, economical, and cultural influences. So the dependency theory highlighted historical roots of relationships of different countries and argued that functioning of the ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് എങ്ങനത്തെ ഭരണമാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത്, ഹൗ വാസ് ദെയർ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പല പല തിയറിസ്റ്റുമാർ. ഇൻ എ നട്ട്ഷെൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. So Wallerstein's world system theory talks about the divided world on the basis of economic development, the various levels of difference, core and periphery ഉണ്ടെന്നുള്ളതാണ്. സോ economic centered paradigm has been criticized on the base development has become that creates the power relationships. Economy എപ്പോഴും ഒരു പവർ റിലേഷൻഷിപ്സ് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. economic importance അല്ലെങ്കിൽ economics is a factor. Traditional society is backward and the underdeveloped often causes change to traditional culture and local relationships. Traditional society എപ്പോഴും അതിൻ്റെതായ രീതികൾ ഉണ്ടാവുമല്ലോ. So damage to traditional culture and local relationships.
these problems, many scholars argue that development may cause underdevelopment and even de-development in the same poor countries or regions. Development creates the power relationships between developed and underdeveloped countries.